നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലെ പ്രതിപാദിക്കുന്നു മുരിങ്ങയിലെ ചില വിശേഷങ്ങളെ കുറിച്ച്. മുരിങ്ങയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ കഴിയും, നമ്മൾ എങ്ങനെയാണ് ഈ ചെടിമുരിങ്ങ മരമുരിങ്ങയാക്കാൻ പറ്റുന്നത്, അങ്ങനെ ചെടിമുരിങ്ങയെ മരമുരിങ്ങയാക്കിയത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മുരിങ്ങയെ പറ്റി ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പലരുടെ അഭിപ്രായമാണ്, ചേച്ചി ഈ മുരിങ്ങ ചെടിമുരിങ്ങ എന്ന് പറയുന്നത് അങ്ങ് കോലിച്ച് പോവുകയാണ്, അത് ഒരു കാരണവശാലും അത് ധാരാളം കായകളുണ്ടാകുന്നില്ല, ഒരു കമ്പുണ്ടാകുന്നു, അത് കാറ്റടിക്ക് ഒടിഞ്ഞു പോകുന്നു, അതിനൊരു പ്രതിവിധി പറയാമോ? അതിനുള്ള ഒരു പരിഹാര മാർഗം വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതാണ്. അതെങ്ങനെയാന്ന് നോക്കാം. കേരളത്തിലെ കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകളിൽ ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ളതാണ് ഈ മുരിങ്ങ. മുരിങ്ങയുടെ ഇലയും പൂവും കായും എല്ലാം നമുക്ക് ഭക്ഷ്യമുള്ളൂ. മുരിങ്ങയുടെ ഇലയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയത്. മുരിങ്ങയുടെ ഇലയിലെ പാലിലുള്ളതിനേക്കാൾ 7 ഇരട്ടി കാൽസ്യവും ഓറഞ്ചിലുള്ളതിനേക്കാൾ ഇരട്ടി വൈറ്റമിൻ സിയും അടങ്ങി. അപ്പൊ നമ്മൾ ഈ മുരിങ്ങ നടുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നല്ല വേരുള്ള സ്ഥലത്ത് വേണം മുരിങ്ങ നടാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമുള്ള കുഴി വേണം നമ്മൾ മുരിങ്ങ നടാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇത്രയുള്ളൊരു കുഴി എടുത്ത ശേഷം അതിൽ മേൽമണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, കുറച്ച് വേപ്പമണ്ണൊക്കെ മിക്സ് ചെയ്ത ശേഷം കുഴി മൂടുക. എന്നിട്ട് വേണം അതിൽ തയ്യാ നിങ്ങൾ കട ഇഷ്ടമൊക്കെ തൈ നടുക. അതാ കമ്പാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് കിളിച്ചു വന്ന ഒരു ചെടിമുരിങ്ങയാണ്. ഇപ്പൊ നട്ടിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. പിന്നെ ഞാൻ ഒരുപാട് രീതിയിൽ നോക്കി, പിന്നെ കൂടുതൽ ശാഖകളൊക്കെ കാണാൻ. ഇപ്പോഴും എന്റെ പരീക്ഷണ ഫലമായിട്ടാണ് ഇപ്പൊ 2-3 ശാഖകളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ ഞാൻ മരമുരിങ്ങയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കേരള കാർഷിക സർവകലാശാല 3 ഇനം മുരിങ്ങ ഇറക്കിയിട്ടുണ്ട്. അതിൽ 2 എണ്ണമാണ് ചെടിമുരിങ്ങയും 1 എണ്ണം മരമുരിങ്ങയും. ചെടിമുരിങ്ങ എന്ന് പറയുന്നത് PK1 ഉം PK2. രണ്ടാമത്തെ മരമുരിങ്ങയാണ്, അതിന്റെ പേരാണ് അനുപമ. അനുപമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല നീളമുള്ള കായാണ്, നല്ല പച്ച കളറാണ്, മാംസരമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. അപ്പൊ ഈ അനുപമയുടെ ഒരു കമ്പാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതിൽ നമ്മുടെ ഈ ചെടിമുരിങ്ങ എങ്ങനെയാണ് അനുപമയുടെ കമ്പി ഉപയോഗിച്ച് മരമുരിങ്ങയാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ വെള്ളമൊഴിക്കാൻ പാടില്ല. പിന്നെ മുരിങ്ങ നട്ട ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുരിങ്ങ മഴ സമയത്താണ് മുരിങ്ങയുടെ കമ്പ് നടുന്നതെങ്കിൽ അതിന് മുകളിൽ ഒരു ഭാഗത്തൂടെ വെള്ളം ഇറങ്ങി കമ്പ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇടുന്നത് വളരെ നല്ലതാണ്. പിന്നെ നട്ട 3-4 മാസം കഴിയുമ്പോഴത്തെ കിളിച്ച് അല്പം വലുതാവും, അല്പം ജൈവവളം ഇട്ട് കൊടുക്കും. ഇത്രയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ ശേഷം 1.5 മീറ്റർ ഹൈറ്റ് വെച്ച് മുരിങ്ങ എല്ലാ പ്രാവശ്യവും കട്ട് ചെയ്തതനുസരിച്ചാണ് ഈ മുരിങ്ങ കൂടെ ശാഖകളും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ട്. ഈ ചെടിമുരിങ്ങയിൽ എങ്ങനെയാണ് ഞാൻ മരമുരിങ്ങയായ അനുപമ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കും. ഇതാണ് അനുപമ എന്ന ഇനത്തിൽപ്പെട്ട മരമുരിങ്ങ. ഇതാണ് നമ്മുടെ PK1 ഇനത്തിൽപ്പെട്ട ചെടിമുരിങ്ങ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചെടിമുരിങ്ങ മരമുരിങ്ങ ആക്കുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ മരമുരിങ്ങയാക്കി കഴിയുമ്പോൾ ധാരാളം ശാഖകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കളുണ്ടായ ധാരാളം കായ്കളുണ്ട്. പിന്നെ നമ്മൾക്ക് തന്നെ ഇതിങ്ങനെ ചുറ്റും ശാഖകൾ ഉണ്ടാകുന്നതനുസരിച്ച് കാറ്റടിച്ചത് ഒടിയത്തില്ല, ഒരുപാട് കാലം നിലനിൽക്കും. ചെടിമുരിങ്ങ പെട്ടെന്ന് കുറച്ച് കായൊക്കെ തന്നിട്ട് ഉണയിപ്പോകും. പക്ഷെ ഇത് മരമുരിങ്ങ ആയിക്കഴിഞ്ഞ ശേഷം ദീർഘകാലം നിലനിൽക്കും. ഇത്രയും ഗുണങ്ങളാണ് ഇതിനുള്ളത്. നമുക്കതിനെ മരമുരിങ്ങയാക്കാം. ഇതാണ് എൻ്റെ PK1 ഇനത്തിൽപ്പെട്ട ചെടിമുരിങ്ങ. ഇത് ഏകദേശം നട്ടിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമാകും. ഇതുവരെ ഇത് ഓരോ പ്രാവശ്യം ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുക. ഇപ്പോഴാണ് ഇതിപ്പോൾ അല്പം അങ്ങനെ കനമുള്ള കമ്പ് ഇതിലുണ്ടായത്. അപ്പം ഞാനിതിനെ അങ്ങ് മരമുരിങ്ങയാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗം ഇവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ കമ്പ് മരമുരിങ്ങയുടെ കമ്പ് V ഷേപ്പിൽ ചിട്ടം, ഏകദേശം ആപ്പ് രൂപത്തിൽ. ചെയ്യാനുള്ള ചെടിമുരിങ്ങയുടെ കമ്പ്
ഏറ്റവും സെൻറ്ററിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കീറുക, ചെറുതായിട്ടൊന്ന് കീറാൻ ഉണ്ട്. പതുക്കണം, അല്ലെങ്കിൽ തെന്നിപ്പോ നമുക്ക് ഈ കമ്പിയിലേക്ക് അപ്ലൈ ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ഏതെങ്കിലും രണ്ട് സൈഡ് ചേർന്നിരിക്കണം. ഏതെങ്കിലും രണ്ട് സൈഡ് ചേരാൻ പറ്റുമോ അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു സൈഡെങ്കിലും കറക്റ്റായിട്ട് ചേർന്നിരിക്കണം. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇവിടെ പിടിക്കാൻ പാടില്ല, ഇതിങ്ങനെ ചേർന്നിരിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ടേപ്പ് വെച്ച് കംപ്ലീറ്റ് ചുറ്റുക. നമ്മുടെ ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. ടേപ്പ് ഒട്ടിക്ക് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നിൽക്കുന്ന ചെടിയല്ലേ, ഇത്ര എന്നെക്കാട്ടി ഹൈറ്റ് നിൽക്കുകയാണ്. അപ്പം ഞാൻ ടേപ്പ് ഒട്ടിച്ചാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു മുറിപ്പാടുണ്ട്, ചെറുതായിട്ടൊരു ടേപ്പ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, കാരണം മഴവെള്ളം വീണേ ഇവിടെ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഏകദേശം ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മുളകൊന്നുകൂടാം. എന്നിട്ട് വീണ്ടും 2-3 ആഴ്ചയൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ടേപ്പ് അഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ ചെടിമുരിക്ക കിളിച്ച് വന്ന് കഴിയുമ്പോൾ ഇത് മരമുരിക്കായിട്ട് മാറും. പിന്നീട് ഇത് ഇഷ്ടംപോലെ ശാഖകളും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകും.